പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ വേറെ ഒരു ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കി നോട്ട്. ഇതിൻ്റെ ഒരു സ്റ്റിക്കി നോട്ട് അതിലൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ക്ലൗഡ് സ്റ്റിക്കി നോട്ടിനാണ് ഒട്ടിച്ചത്. പിന്നെ ഇതേപോലത്തെ പിന്നെ ഇവിടെ എന്തോ സാധനം ഉണ്ട്, എനിക്കെന്താണെന്നറിയില്ല. എനിക്ക് പണ്ട് ഞാൻ കാണിച്ചില്ലൊരു മണം വരുന്ന സാധനം, അതെനിക്ക് കിട്ടാനിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. വേറെ അതിൻ്റെ ഒരു നോട്ട്ബുക്ക് കൊള്ളാല്ലേ. അപ്പം നമുക്ക് അടുത്ത ഫേവറേറ്റ് നോട്ട് കാണിച്ചത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നോട്ട്ബുക്ക്. ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഫേവറേറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത് ഗൈസ്. ജസ്റ്റ് ഒരു പ്ലെയിൻ പേപ്പറാണ്, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. എനിക്ക് ഈ ബുക്ക് തന്ന ഫ്രണ്ട് ഇപ്പോൾ ഈ വീഡിയോ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഈ ഒരു ബുക്കാണ് ഉത്തരവ് മിഷൻ്റെ കുറച്ച് കലാവിരുന്നുകൾ കാണിച്ചു. എനിക്ക് ഗ്രിഡ് ലൈൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് ക്യൂട്ടായിട്ടുള്ളൊരു ഗ്രിഡ് ലൈൻ നോട്ട്ബുക്ക് ഉണ്ടാക്കിയത്. എനിക്കത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ ഉണ്ടാക്കി. ഇതിൽ ഉണ്ടായിരുന്നൊരു ഈ റിബൺ എന്താ പറയുക, ഞാൻ മറന്നു ഗൈസ്. ഇങ്ങനെ ഇരിക്കുന്നില്ല. ഈ ഒരു വൈറ്റ് പേപ്പറാണ് ഇതിനകത്ത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ടറിയോ, ഈ ബാക്കിൽ ഇതേപോലെ സ്റ്റോറേജ് പ്ലേസ് ഉണ്ട്. ഈ ഒരു ഇതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കേട്ടോ. എൻ്റെ സ്റ്റിക്കർ കഴിഞ്ഞു. ആ സ്റ്റിക്കറിൻ്റെ ബാക്കി എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഗൈസ് ഇതും എനിക്ക് ആ ഫ്രണ്ട് തന്നു തന്നെയാണ്. അതേ ഫ്രണ്ട് തന്നെ തന്നാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക, ആ ഫ്രണ്ടിൽ കാണുന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ എവിടെ നോക്കാതെ ചെയ്തൊരു സാധനമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാനേ അറിയില്ലായിരുന്നു. ക്രിസ്റ്റൽ ഷൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ ചുമ്മാ റസ്തു. ഇതാണ് കേട്ടോ, ഒരു ചട്ടയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ അതാണ്. അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻസ് ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ഉണ്ടാക്കി. ഒരു പർപ്പിൾ കല്ല് 10 രൂപയ്ക്ക് ഒരു പാക്കറ്റിനകത്ത് ചെറിയ കുറച്ച് ഉള്ളതിൻ്റെ കിട്ടിയതാണ് കേട്ടോ. വെറൈറ്റിയിൽ പോയപ്പം ജസ്റ്റ് അച്ഛനെ പാല് പിടിച്ച് വാങ്ങിപ്പിച്ചിട്ട് ഇച്ചിരി ഉള്ളു, ഒരു 6 ഉള്ള സ്റ്റിക്കറിനകത്ത് പർപ്പിൾ കണ്ടുപിടിച്ച് ഇട്ടു. പിന്നെ ഫെയർ കളർ പർപ്പിൾ ആയതുകൊണ്ടാണ്. ഈ ഒരു ഗ്രിഡ് ലൈൻ നോട്ട്ബുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഗ്രിഡ് ലൈൻസ് അതാണ് സംഭവം ഈ കാണുന്നത്. ഇതൊക്കെ കൊണ്ട് തുറക്ക വെച്ചിട്ട് കഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാ കേസും ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ. കുളമായി കിടക്കുന്നുണ്ടോ? ഇതാണ് കുളമായി കിടക്കുന്നത്.